കരാറുകാരുടെയും ബിനാമികളുടെയും അതിഥി സൽക്കാര കേന്ദ്രമായി മാറിയ സാഹചര്യത്തിൽ ഈ ഭരണസമിതിയെ പുറത്താക്കുന്നതിന് വേണ്ടിയും കേരള സർക്കാരിനെതിരെ വേണ്ടിയുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അട്ടപ്പാടി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന പ്രതിഷേധ മാർച്ച ഈ വാഹനത്തിന് പിന്നാലെ കടന്നുകൊണ്ടിരിക്കുന്നത്. 10 വർഷത്തെ ഇടതുപക്ഷ സർക്കാരിന്റെ ഭരണപരാജയത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് അട്ടപ്പാടി ബ്ലോക്ക് കോൺഗ്രസ് മിനി സിവിൽ സ്റ്റേഷന് മുന്നിൽ ധർണാ സമരം നടത്തി. കേരളത്തിൽ മുമ്പുണ്ടായിട്ടില്ലാത്ത വിധമാണ് ഇടതുപക്ഷ സർക്കാരിന്റെ ഭരണപരാജയം കഴിഞ്ഞ 10 വർഷങ്ങളിലായി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് അട്ടപ്പാടി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അട്ടപ്പാടി മിനി സിവിൽ സ്റ്റേഷനിലേക്ക് പ്രതിഷേധ ധർണാ സമരം സംഘടിപ്പിച്ചത്. വൻ ജനാവലിയോടെ ഗൂളിക്കടവിൽ നിന്നും ആരംഭിച്ച പ്രകടനം മിനി സിവിൽ സ്റ്റേഷന് മുന്നിൽ വെച്ച് പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന സമരം പാലക്കാട് MP VK ശ്രീകണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങളുടെ സ്വൈര ജീവിതത്തെ വളരെ ഗുരുതരമായി വളരെ പ്രതികൂലമായി ബാധിച്ചിരിക്കുക എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ പ്രതിഷേധ സംഗമത്തിൽ പുരുഷന്മാരോടൊപ്പം അമ്മമാരും സ്ത്രീകളും എല്ലാവരും പങ്കെടുത്ത് ഈ ഒരു പ്രതിഷേധ ധർണ അത്രയേറെ വലിയൊരു സമരമാക്കി മാറ്റിയിരിക്കുന്നു. സർക്കാർ ഈ പ്രതിഷേധം കണ്ട് തിരുത്താൻ തയ്യാറില്ലെങ്കിൽ ഇപ്പോൾ വന്ന ഈ പ്രതിഷേധം പോലീസൊക്കെ വന്ന് തടഞ്ഞ് നിയമപരമായിട്ട് നമ്മൾ സമാധാനപരമായി നടത്തണമെന്ന് ആഗ്രഹിച്ചാണ് നടത്തിയതെങ്കിൽ ഇത് കണ്ടും പഠിക്കാതിരുന്ന ഭരണാധികാരികളെ നിലക്ക് നിർത്തിയില്ലെങ്കിൽ ഈ സമരത്തെ പിടിച്ചു കെട്ടാനോ തടയാനോ കേരളത്തിലെ പോലീസിന് കഴിയില്ല. അതിശക്തമായ മുന്നേറ്റമായിരിക്കും അട്ടപ്പാടിയിലെ സാധാരണക്കാരായ ജനങ്ങൾ. മണ്ണാർക്കാട് MLA അഡ്വക്കേറ്റ് N ഷംസുദ്ദീൻ മുഖ്യാതിഥിയായി. സഖാവ് പിണറായിയുടെ ഭരണം എല്ലാ നിലക്കും കേരളീയ സമൂഹത്തിന് ദുസ്സഹമായി തീർന്നിരിക്കുകയാണ്, ദുസ്സഹമായി മാറിയിരിക്കുകയാണ്. ഒരു വകുപ്പും ജനങ്ങൾക്ക് ആശ്വാസം നൽകുന്നതില്ല. നേരാംവണ്ണം ഈ സംസ്ഥാനത്തിന്റെ ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ ഗവൺമെന്റിന് കഴിയുന്നില്ല. പിണറായി എപ്പോഴും അസംബ്ലിയിൽ പറയാനുള്ളത് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞ് പോലീസിന്റെ മനോവീര്യം തകർക്കരുത് എന്നാണ്. ഞങ്ങൾ ഇത്തവണ പറഞ്ഞു പോലീസിന്റെ മനോവീര്യം പ്രധാനമാണ്. കേരളത്തിലെ പോലീസ് നല്ല സേനയാണ്, അതിനൊന്നും തർക്കമില്ല. പക്ഷെ അതിൽ ചില പുഴുക്കുത്തുകളുണ്ട്, അവരെ കുറിച്ചാണ് ഞങ്ങൾ പറയുന്നത്. അപ്പൊ മുഖ്യമന്ത്രി ഇങ്ങനെ പറഞ്ഞ് രക്ഷപ്പെടരുത്. പോലീസിന്റെ മനോവീര്യം പോലെ തന്നെ പ്രധാനമാണ് ഈ നാട്ടിലെ ഓരോ സാധാരണക്കാരന്റെയും അന്തസ്, അഭിമാനം എന്നുള്ളത്. ആ അന്തസ്സും അഭിമാനവുമാണ് ബൂട്ടിട്ട് ചവിട്ടി മതിക്കുന്ന സ്ഥിതി ഇന്ന് കേരളത്തിലുള്ളത്. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PM ഹനീഫ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് സുനിൽ G പുത്തൂർ സ്വാഗതം പറഞ്ഞു. യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് നസീർ ബാബു, മുൻ ബ്ലോക്ക് പ്രസിഡന്റുമാരായ ഷിബു സിറിയക്, രഘുത്തമൻ, ആദിവാസി കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ജയറാം, മണ്ഡലം പ്രസിഡന്റുമാരായ ജോബി കുര്യക്കാട്ടിൽ, കനകരാജ്, സെന്തിൽകുമാർ, പോഷക സംഘടനാ ബ്ലോക്ക് പ്രസിഡന്റുമാരായ സുനിത, UK മത്തായി, MM തോമസ് ഉൾപ്പെടെയുള്ളവർ പരിപാടിയിൽ പങ്കെടുത്തു. തുടർന്ന് വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും രാജിവെച്ച് കോൺഗ്രസിൽ ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചവർക്ക് MP സ്വീകരണവും നൽകി. കാരാകുർശി സർവീസ് സഹകരണ ബാങ്ക് നിങ്ങളുടെ പ്രതീക്ഷകളെ സഫലമാക്കുന്ന യഥാർത്ഥ സുഹൃത്ത്. സഹകരണ രംഗത്തെ നീണ്ട 28 വർഷത്തെ വിശ്വസ്തതയ്ക്കും പാരമ്പര്യത്തിനുമൊപ്പം ഏറ്റവും പുതിയ സേവനങ്ങൾ ഏറ്റവും വേഗത്തിൽ ഉപഭോക്താക്കളിൽ എത്തിക്കുന്നു. നിക്ഷേപങ്ങൾക്ക് ആകർഷണീയമായ പലിശ നിരക്കുകൾ, നാടിന്റെ മാറ്റത്തിനായി 1000-ഓളം അംഗങ്ങളുള്ള JLG യൂണിറ്റുകൾക്കുള്ള വായ്പാ പദ്ധതി ഹരിതശ്രീ, കുടുംബശ്രീ യൂണിറ്റുകൾക്കുള്ള സംരംഭക വായ്പകൾ, പരിസ്ഥിതി സൗഹാർദ്ദ തുണിസഞ്ചി നിർമ്മാണ യൂണിറ്റ്. ഞങ്ങളുടെ നവീകരിച്ച പള്ളിക്കുറുപ്പ് ബ്രാഞ്ചിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുന്നു. ഒപ്പം വാഴയമ്പ്രം, പുല്ലിശ്ശേരി എന്നീ ബ്രാഞ്ചുകളും. വിശ്വസിക്കാം എന്നും എപ്പോഴും. കാരാകുർശി സർവീസ് സഹകരണ ബാങ്ക് നിങ്ങളുടെ യഥാർത്ഥ ബാങ്കിംഗ് സുഹൃത്ത്.